പാർവതി, സീത, രാധ ഇവരുടെ അമ്മമാർ സഹോദരിമാരാണെന്നറിയാമോ? ആ കഥ കേൾക്കാം. ദക്ഷിണ 60 പുത്രിമാരുണ്ടായിരുന്നു. അവരിൽ ഒരാളായിരുന്നു സ്വധ. അവളെ പിതൃക്കൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. കാലക്രമേണ അവർക്ക് 3 പെൺമക്കൾ ജനിച്ചു: മേന, ധന്യ, കലാവതി. ഒരിക്കൽ ഈ മൂവരും വിഷ്ണുഭഗവാനെ ദർശിക്കാൻ ശ്വേതദ്വീപിലേക്ക് പോയി. അപ്പോൾ സനകൻ, സനന്ദനൻ തുടങ്ങിയ ഋഷിമാർ അവിടെയെത്തി. അവിടെയുണ്ടായിരുന്ന എല്ലാവരും ബഹുമാനപൂർവ്വം എഴുന്നേറ്റു. എന്നാൽ മേന, ധന്യ, കലാവതി എന്നിവർക്ക് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതിനാൽ അവർ ഇരുന്നു. മാത്രമല്ല, അവർ അവരെ വന്ദിച്ചതുമില്ല. ഋഷിമാർക്ക് കോപം വന്നു. അടുത്ത ജന്മത്തിൽ മനുഷ്യരായി ജനിക്കാൻ ഇടവരട്ടെ എന്നവരെ ശപിച്ചു. മേന, ധന്യ, കലാവതി എന്നിവർ ഭയന്ന് തങ്ങളോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു. സനകമുനി അവരിൽ ദയ തോന്നി പറഞ്ഞു, അടുത്ത ജന്മത്തിൽ മേന ഹിമവാന്റെ ഭാര്യയാകും, പാർവതിക്ക് ജന്മം നൽകുമെന്നും അതുപോലെ ധന്യയെ ജനകരാജാവിന് വിവാഹം കഴിച്ചു കൊടുക്കുമെന്നും സീത അവർക്ക് ജനിക്കുമെന്നും അതുപോലെ കലാവതിയെ വൃഷഭാനുവിന് വിവാഹം കഴിച്ചു കൊടുക്കുമെന്നും രാധ അവർക്ക് ജനിക്കുമെന്നും ഈ വിധത്തിൽ മൂവരും സ്വർഗ്ഗത്തിലെത്തും എന്നും സനകമുനി പറഞ്ഞു. അങ്ങനെ പാർവതിയുടെ അമ്മ മേനയും സീതയുടെ അമ്മ ധന്യയും രാധയുടെ അമ്മ കലാവതിയും സഹോദരിമാരാണ്.